അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. പാട്ടും പറച്ചിലുമായി വിദ്യാർത്ഥികൾ പോലീസ് സ്റ്റേഷനിൽ. ജില്ലയിലെ ഏക കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച വിദ്യാർത്ഥികൾ. പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റ് അംഗങ്ങളാണ് പൊന്നാനി കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചത്. പാട്ടും പറച്ചിലുമായി ഏറെ നേരം സ്റ്റേഷനിൽ ചെലവിട്ട വിദ്യാർത്ഥികൾക്ക് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന്റെ സവിശേഷതകൾ ഉദ്യോഗസ്ഥർ വിവരിച്ചു നൽകി. ഇതൊന്നും ഞാൻ അവസരം കിട്ടില്ല കേട്ടോ, അതൊന്നും പിടിക്കാനൊന്നും തൊടാനൊന്നും കിട്ടില്ലേ. ദൂരെ ഉണ്ടോ നോക്കിട്ടാ. നെറ്റ് കാണുന്നുണ്ടോ? മരം നെറ്റ് കാണുന്നില്ല. കാണുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. ഇവിടെ ലോക്കാണ്, ഇങ്ങനെ പിടിച്ചിട്ട് ഈ ലോക്ക് അഴിച്ചതിന് ശേഷം നിങ്ങൾ കാണുന്നുണ്ടോ ഗ്യാസ് പോലുള്ള പുക പോലുള്ള സാധനമൊക്കെ നമ്മൾ ഈ തിരുവനന്തപുരത്ത് അവിടെയൊക്കെ അത് അങ്ങനത്തെ ഉണ്ട്. അതല്ലാതെ ചിരട്ട ചീല് പോലെ കയറുന്ന സാധനമുണ്ട്. 10-100 പേരോളം വേണമെങ്കിൽ ഡാമേജ് ആക്കാം. കണ്ണീർവാതകം ആ സാധനം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു 200 പേരുണ്ടെങ്കിൽ അവിടെ കല്ലടിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ പ്രദേശം വിട്ടു പോകും. അല്ലെങ്കിൽ കണ്ണും തലയും കറങ്ങി അവിടെ 10-15 മിനിറ്റ്. അപ്പോൾ ഈ സാധനം നമ്മളിങ്ങനെ പിടിക്കും, ഈ ലോക്കൂരും അങ്ങോട്ടെറിയുകയാണെങ്കിൽ പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് കുറച്ച് ആൾക്കാർ ഇരിക്കുകയാണ്. ക്രമസമാധാന പരിപാലനത്തിനായുള്ള സ്റ്റേഷൻ സംവിധാനങ്ങളുടെ പ്രത്യേകതകൾ പോലീസുകാർ വിദ്യാർത്ഥികൾക്കായി പറഞ്ഞുകൊടുത്തു. പോലീസുകാർക്കൊപ്പം പൊന്നാനി തുറമുഖം സന്ദർശിച്ച വിദ്യാർത്ഥികൾക്ക് സുരക്ഷാ സംവിധാനത്തിനും രക്ഷാപ്രവർത്തനത്തിനുമായുള്ള ആധുനിക ബോട്ട് കാണുവാനുള്ള അവസരം ലഭിച്ചു. പാട്ടുപാടിയും സ്റ്റേഷൻ കാര്യങ്ങൾ വിവരിച്ചു നൽകിയും കൂടെ നിന്ന പോലീസ് ഉദ്യോഗസ്ഥരും സ്റ്റേഷനിലെ ആധുനിക സംവിധാനങ്ങളും വിദ്യാർത്ഥികളിൽ സന്തോഷവും ആഹ്ലാദവും ഉണ്ടാക്കി. കൃത്യനിർവഹണം നടത്തിയിട്ട് നമുക്ക് തീവ്രവാദികളെ ചെറുത്ത് തിരിച്ചത്രയും പെട്ടെന്ന് എത്താനുള്ള ഒരു പ്രത്യേകതരം ബോട്ടാണിത്. ജെറ്റ് പ്രൊപ്പലേഷൻ ഇല്ല, ഇതിന് ജെറ്റാണ്. ഫയർ ചെയ്യാനുള്ള തോക്ക് ഫിക്സ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ. പിന്നെ ബുള്ളറ്റ് പ്രൂഫാണ്, ഗ്ലാസ് ബുള്ളറ്റ് പ്രൂഫ്. അങ്ങനെ പല സംവിധാനങ്ങളും ഉണ്ട്. ഇപ്പൊ കുറച്ച് പക്ഷേ ഡാമേജിലാണ്. ഇതുണ്ട് അതെന്ന് വെച്ചാൽ അതിന് നമുക്ക് മെഡിസിൻ ഉണ്ട്. വിശപ്പ് വരാതിരിക്കാനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പിന്നെ ബിസ്ക്കറ്റ് ഉണ്ട്, വെള്ളമുണ്ട്. അത് എത്ര കാലം വരെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. അതാണ് അതിന്റെ പ്രത്യേകത. എന്ന് വെച്ചാൽ ഈ ബോട്ട് മുങ്ങിയിട്ടെന്ന് വെച്ചാൽ നമുക്ക് ആകെ നമ്മുടെ പെട്ടെന്ന് ബോട്ട് മുങ്ങിയാൽ നമുക്ക് ഇതിൽ 5 പേർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഒരു കാരണവശാലും ലൈഫ് ജാക്കറ്റ് ഇടാതെ നമ്മൾ ബോട്ടിൽ കയറുന്നത്. ഫസ്റ്റ് നമ്മൾ സുരക്ഷ വേണ്ട, ഫസ്റ്റ് നമ്മൾ സേഫ്റ്റിയാണ്. ഇതിന്റെ പ്രത്യേകത ഈ ലൈഫ് ജാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറഞ്ഞ ടൈമേ ഉള്ളൂ. ഏകദേശം ഒരു 48 മണിക്കൂർ, 72 മണിക്കൂർ. ഒരു 48 മണിക്കൂർ കഴിയുമ്പോൾ ഇതിന്റെ കപ്പാസിറ്റി ലൈഫ് ജാക്കറ്റ് ഇതാണ് സാധനം. ഇതിപ്പോൾ പുതിയ തലമുറയിലുള്ള സാധനമാണ്. ഇത് എയർ പമ്പ് ചെയ്ത് ഇവിടുന്നാണ് ഇത് ബെൽറ്റ് ചെയ്തിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് കണ്ടതൊക്കെ വേറെ പഴയ ഉണ്ട്. ഇത് വീർപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് വീർപ്പിച്ച് കഴിഞ്ഞിട്ടും നമുക്കത് എന്ത് ചെയ്യാം, എയർ കളയാം, പുറത്തേക്ക് കളയാം. പിന്നെ വിസില് നമ്മളിപ്പോൾ അപകടത്തിലാണെന്നുള്ളത് നമുക്ക് നീന്താനൊന്നും അറിയില്ല. നമ്മളിപ്പോൾ അപകടത്തിലാണ്, നമുക്ക് വേറൊരാളെ അറിയിക്കണം. നമ്മളിപ്പോൾ വായ തുറന്നുണ്ടാക്കിയാൽ നമുക്കൊന്നിനും പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വിസില് മാത്രം കേട്ടിട്ട് വലിയ വലിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ നമ്മൾ കാണാൻ പറ്റും. ഇപ്പം രാത്രി സമയങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഇതുണ്ടല്ലോ, ഈ ചട്ട தென்றலை கண்டு மாலையிட ஆசை மேகங்களை எல்லாம் தொட்டுவிட ஆசை சொல்லுகளை எல்லாம் விட்டுவிட ஆசை காற்றுடனே உலகல் காற்றை விட ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை
முத்து முத்து ஆசை முடிந்த வைத்த ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை என்னை இந்த பூமி சுத்தி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்த வைத்த ஆசை. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ നാരായണൻ, മോഹനൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രതീഷ്, സുരേഷ്, സിവിൽ പോലീസ് ഓഫീസർ റിൻഷാദ്, നീതു എന്നിവരും പ്രഥമാധ്യാപകൻ ടി മുനീർ, JRC കോർഡിനേറ്റർ ഹമീദ് പാറയിൽ, ആഷില, വിദ്യാർത്ഥികളായ ഹാഷിം, അഹമ്മദ് നജാദ്, മുഹമ്മദ് അജ്മൽ റഹ്മാൻ, മിൻഹ, ആയിഷ, ഹിബ, റാബിൻ ഷാ, ഹിബ ഫാത്തിമ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120.